അല്ല ഏട്ടാ, ഞാൻ ചിന്തിച്ച പോലെ നിങ്ങക്ക് ആ തുണി അലക്കിയിട്ട തുണിയല്ലേ രാവിലെ എപ്പ അലക്കിയിട്ടിട്ട് പോയതാ ഞാന്. അത് നിങ്ങൾക്കൊന്ന് മടക്കി വൃത്തിയാക്കിട്ട് നാത്തു വെച്ചൂടെ? നിങ്ങൾ എന്നത്തേക്ക് ഒരു മാസമല്ലേ ശരിയോടെ പണിക്ക് പോവാത്തെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഇങ്ങനത്തെ പണി എടുത്തൂടെ? നിങ്ങൾ എന്തുകൊണ്ടാണ് പണിക്ക് പോവാത്തെ? വേറെ മാരക രോഗമൊന്നുമല്ലല്ലോ. ജന്മം എന്റെ വിജി എനിക്കെന്താ വേണ്ടേ? നീ വന്ന് കേറുമ്പോ എല്ലാ ദിവസം എന്നോട് എന്തിനിങ്ങനെ ഇതാക്കുന്നു? കയ്യല്ലാണ്ട ഞാൻ ഇവിടെ ഇരുന്നിന്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീ അതിലിടയ്ക്ക് നിന്റെ പ്രശ്നങ്ങൾ മാത്രം ഇങ്ങനെ പറയല്ലേ. നീ അകത്തേക്ക് കയറിപ്പോ. എനക്കെന്നോടൊന്നും പറയാനില്ല. എന്തെങ്കിലും നാട് തേച്ചും കടവും ആരോട് പറയാനാ? ഓ പോയ മക്കളെ എവിടെ? ഇതിപ്പോ ഒരു ശീലല്ലേ. ഞാനിങ്ങ് വന്ന് കേറുക, എന്തെങ്കിലും പറയാം, അപ്പാടങ്ങ് ഇറങ്ങി പോവുക. എല്ലാം അങ്ങ് ഇറങ്ങിപ്പോയി ആലാക്കാരെങ്കിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ ആർക്കും. അതെ, ഞാനിപ്പോ എല്ലാവർക്കും കൂടെ ഒരു പ്രശ്നം. ഞാൻ എന്റെ മക്കളെ മുമ്പിൽ നീ എന്നെ പരമാവധി കുറവ് എടുത്തു. ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു മാസം ഞാൻ ഇവിടെ പണിക്ക് പോകണ്ട്. അപ്പൊക്ക് ഞാൻ വലിയ ഭാരമായിട്ടേ. നീ ഇപ്പൊ ഒരു കൊല്ലായിട്ടില്ലേ ഉപ്പൊക്കെ തുടങ്ങിയിട്ട്. അപ്പൊ ഇത്രയും കൊല്ലം പോയ തേച്ചു എന്നെ കൊണ്ട് തന്നെയാണ്. എനിക്ക് കണക്ക് പറഞ്ഞ് ശീലമില്ല. അതുകൊണ്ട് ഒന്നും പറയാം. പക്ഷെങ്കില് എല്ലാം അറിയുമ്പോൾ എനിക്ക് വിഷമാവും കേട്ടാ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഉള്ളിൽ അടക്കി പിടിക്കുന്ന കുറെ വിഷമമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഇന്നലത്തെ പോലെ ആണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ വന്ന കഥ തുറന്നിരൂലേ? പുറത്ത് ഏഴാഴ്ച കടന്നോ? ഈ രണ്ട് ചെറിയ മക്കളെയും പിടിച്ച് ഞാൻ എത്ര നേരം വെച്ചിട്ട് കാത്തിക്കല്? അനക്ക് വേണ്ട, രാവിലെ പണിക്ക് പോണ്ടല്ലേ? എങ്ങനെ കാണിക്കും? ജേ 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 ഓ, നീ പറഞ്ഞ പോലെ ചെയ്യല്ലേ? അമ്മ, അച്ഛൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? അമ്മ പറയില്ല, സാരില്ല. അമ്മ ഉറങ്ങ്. അമ്മ ഉറങ്ങ് ധ്യാനേ. നീ അത് തുറക്കണ്ട കേട്ടാ. നീ തുറക്കണ്ട. ഞാൻ എന്റെ മേലെ വാതിൽ പൊട്ടി അടച്ച് നീയല്ലേ? ആ, നന്ദി അടക്ക്. നീ തുറക്കണ്ട കേട്ടാ. തുറക്കണ്ട നീ. കൊറേ ദിവസമായി തുടങ്ങിയിട്ട് ഇന്നൊരു ദിവസം അങ്ങനെ പാഠം പഠിപ്പിച്ചില്ലേ ശരിയാവൂല. ഹലോ ഹലോ വിജി, ഭക്ഷണല്ലായ? മക്കളുറങ്ങിയ? ഓനാടെ എത്തിനാ? ഇപ്പൊ ഇവിടുന്ന് പോയത്? ആ, ഇവിടെ വന്നിനി. ആ, 2 പ്രാവശ്യം മുട്ടി. ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല. പുറത്തങ്ങനെ കിടപ്പുണ്ട്. അത് വിൽക്കുമ്പോളെ ഞാനൊന്ന് പറയട്ടെ. ഓൻ ഇടക്കിടക്ക് പനി വരുന്ന എനിക്ക് അറിഞ്ഞൂടെ? ഓനെ നമ്മൾ ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് കഴിഞ്ഞ മാസം കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ചിന്. അവന്റെ കഴുത്തിന്റെ മുഴയില്ലേ, അതുകൊണ്ട് സംശയം തോന്നിയിട്ട് കാണിച്ചാണ്. ഡോക്ടർ പറഞ്ഞിനെ ക്യാൻസറിന്റെ തുടക്കാണ്. അപ്പൊ നമുക്ക് ശരിയാക്കി എടുക്കാം. അതാ ഓനോട് പറയണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റുക? ആ, കേൾക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് നീ വരുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനിയും നീ അവനോട് ഇതേപോലെ പെരുമാറിക്കഴിഞ്ഞാല് അവനല്ലേ തന്നെ തകർന്നിട്ടാ ഉള്ളത്. വളരെ മോശമായി പോകുന്ന അവസ്ഥ. നീ അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ഞാൻ പറഞ്ഞതായിട്ട് പറയാൻ വേണ്ട. ആരും അറിയാതെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ കുടുംബക്കാരും അറിയണ്ട. ഞാനിത് അറിയുന്നില്ലല്ലോ. ഞാൻ കാണുമ്പോ ഇപ്പൊ ഒരു പണിക്ക് പോകുന്നില്ല. ഇടയ്ക്ക് ഇപ്പൊ ഇതുവരെ ഇല്ലാത്തൊരു ശീലവും തുടങ്ങിയിട്ടുണ്ട്. ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ പറയുകയും ചെയ്തു.
ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ. നമുക്കത് റെഡിയാക്കി എടുക്കാം സമാധാനത്തിൽ കേട്ടാ. ഇല്ല, ഞാനായിട്ട് ഇത് ആരോടും പറയൂല. ഇല്ല ഇല്ല, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവൂല. ഏട്ടാ ഏട്ടാ കുറച്ച് ഉറങ്ങിപ്പോയി. എനിക്കിരിക്കും ഏട്ടാ. ആ ഞാൻ അറിഞ്ഞില്ലല്ലോ ഏട്ടാ. നിങ്ങളെന്താ എന്നോട് ഇതെല്ലാം മറിച്ചേ? എന്നാന്നേ ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി, അത്രല്ലേ ഉള്ളൂ. നിങ്ങൾ ഇനി എന്നെ മറക്കണ്ട, എനക്കെല്ലാം അറിയാം. എന്തിനാ നിങ്ങളിങ്ങനെ എന്നോട് എന്തിനിങ്ങനെ കള്ളം പറയുന്നേ? അതൊന്നും സാരില്ല ഏട്ടാ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് എന്നെ ജീവിക്കണ്ടല്ലേ, നമ്മളെ മക്കളില്ലേ? എന്ത് സംഭവിച്ചാൽ ഞങ്ങളില്ലേ കൂടെ, പിന്നെന്തിനാ? മക്കൾ ഉറങ്ങിയ മക്കൾ ഉറങ്ങി. അവരൊരിക്കലും അറിയരുത് കേട്ടോ. ഇല്ല, ഞാനായിട്ട് പറയൂല.